വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ. സംസ്ഥാന വഖഫ് ബോർഡുകളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും വഖഫ് ഭൂമിയുടെ കൃത്യമായ രജിസ്ട്രേഷനുമായാണ് പുതിയ ഭേദഗതി. വഖഫ് ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവതരിപ്പിക്കും. 1954 രൂപീകരിച്ച വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ. എംപിമാർക്ക് കേന്ദ്രം ബില്ലിന്റെ പകർപ്പ് കൈമാറി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഭേദഗതി പ്രകാരം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ നിരീക്ഷിക്കും. വഖഫ് ഭൂമിയിൽ കൃത്യമായ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കും. കേന്ദ്രതലത്തിൽ പോർട്ടൽ സംവിധാനം വരെ ഒരുക്കാനാണ് ഭേദഗതി വിഭാവനം ചെയ്യുന്നത്. തർക്കഭൂമിയുടെ കാര്യത്തിലും സർക്കാർ ഇടപെടലുണ്ടാകും. ജില്ലാ മജിസ്ട്രേറ്റ് ആയിരിക്കും ഈ ചുമതല വഹിക്കുന്നത്. തർക്ക പരിഹാരത്തിനായി ട്രിബ്യൂണലും നിലവിൽ വരും. സംസ്ഥാന വഖഫ് ബോർഡുകളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവരെയും എംപിമാരെയും നിയമിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. 1954 വഖഫ് നിയമം അവസാനമായി ഭേദഗതി ചെയ്തത് 1995 മുസ്ലിം മതപണ്ഡിതന്മാരും വഖഫ് ബോർഡ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതേസമയം ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ്, AMIM തുടങ്ങിയ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.